ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ലെവലുള്ള മെറ്റൽ സ്റ്റോക്സും അതുപോലെ തന്നെ മെറ്റൽ സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണുക. ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഇതൊരു ബൈയിങ് ഓർ സെല്ലിങ് റെക്കമെൻഡേഷൻ അല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസും അതിൻ്റെ സ്റ്റോപ്പ് ലോസ്, അത് റിസ്ക് എവിടെ വെക്കണം, അതുപോലെ ആ ഒരു അനാലിസിസ് ടൈപ്പ് എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണാം. അപ്പോൾ ആദ്യത്തെ ഒരു മെറ്റൽ സ്റ്റോക്കാണ് നമുക്ക് ഹിൻഡാൽക്കോ. അപ്പോൾ ഹിൻഡാൽക്കോയുടെ ലെവൽസ് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഉള്ളൊരു ലെവലാണിത്. ഓക്കെ, നവംബർ 2024 മുതൽ ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു ലോ 552 ഈ ഒരു ലോയും വന്നു. അതിനുശേഷം വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നല്ല വോളിയത്തോടു കൂടി നല്ലൊരു വൈഡ് റേഞ്ച് ക്യാൻഡിലായിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണിത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു റൗണ്ടഡ് ബോട്ടം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ടഡ് ബോട്ടം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇൻവാലിഡ് ആയിട്ടുള്ളൊരു ലെവൽ ഇതാണ്. ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ഇൻവാലിഡ് ആണ്. അതും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കൂടി എടുത്തിട്ടാണിത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കിതിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റോക്കാണ് നാഷണൽ അലുമിനിയം. ഇതാണ് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ലെവല്. ഓക്കെ, ഇതിൻ്റെ അടിയിലുള്ള എല്ലാ ഓർഡർ എടുത്ത് നല്ലൊരു ലോയും തന്ന് അതിനുശേഷം ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു അസെൻഡിങ് ട്രയാങ്കിൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അടിയിൽ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അത് നല്ലൊരു ബോഡിയോടുള്ള ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു വ്യൂ ഇൻവാലിഡ് ആണ്. അപ്പോൾ RSI നോക്കിക്കഴിഞ്ഞാലും RSI ഒരു 50 എബോവ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ മെറ്റൽ സ്റ്റോക്സ് റാലി ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു നാഷണൽ അലുമിനിയം ഇവിടുന്ന് ഒരു റാലി ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ, ട്രേഡ് എടുക്കാനുള്ള റെക്കമെൻഡേഷൻ അല്ലത്, ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് പ്രോപ്പർ ആയിരിക്കും. നമുക്ക് ചെറിയൊരു റിസ്കിൽ തന്നെ ആ മാക്സിമം റിവാർഡിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. വേദാന്ത ലിമിറ്റഡാണ് നമ്മുടെ അടുത്തൊരു സ്റ്റോക്ക് വരുന്നത് മെറ്റൽ സെക്ടറിൽ. ഓക്കെ, മേജറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതൊരു മേജർ റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് വരുന്നത് 470 റേഞ്ചിലാണ്. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 437 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് അടുത്ത ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലുള്ളൊരു റൈഡ് തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ നമുക്ക് എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലെവലിൽ നിന്ന് അതൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതും ഈ ഒരു വ്യൂവിൻ്റെ ഇൻവാലിഡ് വരുന്നൊരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് നമുക്ക് മാക്സിമം റിസ്ക് വെക്കാൻ പറ്റുന്നത്. ഈ ഒരു ലെവലിൻ്റെ താഴെ റിസ്ക് വെക്കുന്നത് അത്ര നല്ലൊരു ട്രേഡായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതിനുള്ളൊരു ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടെ വന്ന് തിരിച്ച് കയറാം. ഓക്കെ, അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ അത്രയും നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. എപ്പോഴും നമ്മൾ മിനിമൽ റിസ്ക്കിലായിരിക്കണം ഇറങ്ങുന്നത്. നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മാക്സിമം റിവാർഡും വേണം. അതായത് നമ്മുടെ അനാലിസിസ് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ മിനിമം റിസ്ക്കിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് താഴെ വന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ, അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ട്രേഡ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ റിസ്ക് ചെറുതാണ്, ടാർഗറ്റ് വലുതാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അടുത്തതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് നമ്മളെ മെറ്റൽ സെക്ടറിലെ JSW സ്റ്റീൽ. ഓക്കെ, JSW സ്റ്റീൽ ക്ലിയർ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസിൽ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ്
ഓക്കെ, ആ ഒരു ലെവലിൽ നല്ല രീതിയിൽ അത് നാരോ റേഞ്ച് അടിച്ച് വന്ന് നിൽക്കുകയാണ്. അതും ഒരു അസെൻഡിങ് ട്രയാങ്കിൾ. ഓക്കെ, അസെൻഡിങ് ട്രയാങ്കിൾ വരുന്നുണ്ട്, നാരോ റേഞ്ചായി. ഇനി ഏത് നിമിഷവും ഇതിലൊരു ബ്രേക്ക് ഔട്ട് വരാം. എപ്പോഴും നമുക്കിവിടെ ഒരു സേഫ് ആയിട്ടുള്ളൊരു റിസ്ക്, അതായത് ഈ ഒരു ലെവലാണ് ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ ഇൻവാലിഡ് ആവുന്നൊരു പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോക്കും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഒരു സ്റ്റോക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ ഒരു മെറ്റൽ സെക്ടറിനെ നമുക്ക് നോക്കാം. ഓക്കെ, ഹിന്ദ് കോപ്പർ നമ്മുടെ അടുത്തൊരു മെറ്റൽ സ്റ്റോക്കാണ്. ഹിന്ദ് കോപ്പർ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇതൊരു മേജർ റെസിസ്റ്റൻസ് ലെവലാണ്, ഈ ഒരു ലെവൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ വരെ മാർക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ മനസ്സിലാക്കുക എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇവിടെ നമുക്കൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ കൂടി ഇവിടെ നമുക്ക് ഉണ്ട്. അതായത് ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഒരു റൗണ്ടഡ് ബോട്ടം ഇവിടെ വന്നു, അതിനുശേഷം ഈ ഒരു ചെറിയൊരു ഹാൻഡിൽ ഭാഗം കൂടിയും അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മേജർ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇവിടുത്തെ റിസ്ക് ആണ്. ഓക്കെ, ഇവിടുത്തെ ഒരു റിസ്ക് നമുക്ക് ഈ ഒരു ലെവലിൻ്റെ താഴെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു വ്യൂ ഇൻവാലിഡ് ആണ്. അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ പതുക്കെ ഇവിടെ നിന്ന് നേരെ ഇവിടെ വരുന്നു, അതിനുശേഷം ഇവിടെ നിന്ന് നേരെ ബ്രേക്ക് ഔട്ട് കിട്ടി റീടെസ്റ്റ് എടുത്ത് പുതിയൊരു ഹൈ. അപ്പോൾ എപ്പോഴും നമ്മളെ ട്രേഡിൽ നമുക്ക് നമ്മുടെ റിസ്ക് ആണ് നമ്മൾ നോക്കേണ്ടത്. കണ്ടോ, നമുക്ക് ആകെ വരുന്ന റിസ്ക് ഈ ഒരു ലെവലാണ് നമ്മളെ റിസ്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അനാലിസിസ് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് പോകുന്നത് ഒരു 10 പോയിൻ്റാണ് മാക്സിമം. പക്ഷേ നമ്മൾ ആ ഒരു അനാലിസിസ് വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ മിനിമം ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ ഒരു 280 വരെ വെക്കാം. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വെക്കാം ട്രയൽ സ്റ്റോപ്പ് ലോസ് ചെയ്ത്. അപ്പോൾ എപ്പോഴും റിസ്ക് റിവാർഡ് മാനേജ് ചെയ്ത് നല്ലൊരു ലെവലിലുള്ള സ്റ്റോക്കുകൾ മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക. വലിയ റിസ്ക്കുള്ള ഓപ്പർച്യൂണിറ്റികളിൽ മാക്സിമം ഇറങ്ങാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് മെറ്റൽ സെക്ടർ നോക്കാം. മെറ്റൽ സെക്ടറും ഒരു റെസിസ്റ്റൻസ് ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. മൾട്ടിപ്പിൾ ടൈംസ് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഇതുവരെ ബ്രേക്ക് ആവാത്തൊരു ലെവൽ കൂടിയാണിത്. അപ്പോൾ മെറ്റൽ സെക്ടർ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരുവിധം സ്റ്റോക്ക് കണ്ട പോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ എന്നും പറയാം. പ്രോപ്പർ അസെൻഡിങ് ട്രയാങ്കിൾ അല്ലെങ്കിലും ആ ഒരു അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ സ്ട്രക്ചറാണ്. നാരോ റേഞ്ചിലാണ്. ഏതൊരു വലിയ മൂവ്മെൻറ്റിന് മുമ്പും സ്റ്റോക്ക് ഒന്ന് നാരോ റേഞ്ച് വരും, അതിനുശേഷമാണ് അതൊരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ മെറ്റൽ ഇൻഡൈസസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മെറ്റൽ സെക്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇൻവാലിഡ് പോയിൻ്റ്, ഇതാണ് ഒരു ഇൻവാലിഡ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ കണ്ടോ, നമ്മൾ നോക്കുന്ന റിസ്ക്, നമ്മളൊരു അനാലിസിസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ റിസ്ക്കാണ് ആദ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. കാരണം നമ്മളെ റിസ്ക് ഇതാണ്, പക്ഷേ നമ്മളെ ടാർഗറ്റ് നമുക്ക് വൈഡാണ്, ടാർഗറ്റ് നമുക്ക് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്ക്. അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് നെഗറ്റീവായി കിടക്കുന്ന സ്റ്റോക്കോ അല്ലെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിൻ്റെ റിസ്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ലെവൽസ് അറിയണമെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിലും എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.